പ്രിയമുള്ളവരെ, 7ാം ദിനമാണ് ഇന്ന്. നമ്മുടെ നോമ്പിന്റെ 7ാം ദിനം. കഴിഞ്ഞ 6 ദിനങ്ങളിലും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും പരിചാരകർക്കും കൂട്ടിരിപ്പുകാർക്കും ഡോക്ടർമാർ, വിദ്യാർത്ഥിനികൾ, യാത്രക്കാർ, ഇവിടേക്ക് നോമ്പ് തുറക്കാൻ വരുന്ന എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായി നമ്മൾ നോമ്പ് തുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സഹായിക്കുന്നവരും അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതേപോലെ ഓരോ ദിവസവും ഈ ചടങ്ങ് എല്ലാ വർഷവും റംസാനില് ഇതുപോലുള്ള പരിപാടി നടത്തുന്നതിനപ്പുറം ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സക്ക് എത്തുന്ന ആളുകൾക്ക് എല്ലാ അവസരത്തിലും സഹായമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സഹായി. അതിൽ ഈ ഇഫ്താർ കാര്യത്തിൽ എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇതിലേക്ക് വേണ്ടി സംഭാവന നൽകിയ ആളുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സംവിധാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്. ونعوذ بالله من حال وحزننا حمدا يوافي نعمه ويكافئ مزيده. അള്ളാഹു രക്ഷണത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അതും ഒരുപാട് മനുഷ്യന്മാരെ നോമ്പ് തുറപ്പിക്കാൻ, ഭക്ഷിപ്പിക്കാൻ കൊണ്ട് ഒരുപാട് പ്രവർത്തകർ സഹായവും സേവനവും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമല്ല. അവിടെ പ്രിയപ്പെട്ട രോഗങ്ങൾക്കൊക്കെ നീ ശമനം നൽകണമല്ല. അള്ളാഹുവിന്റെ അപാരമായ സഹായി വാദിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടുകാർക്കുമുള്ള ഭക്ഷണ വിതരണം, റമദാൻ മാസത്തിലെ ഇഫ്താർ വിതരണം, റമദാൻ മാസം അല്ലാത്ത സമയത്തുള്ള പൊതുഭക്ഷണം 500 തരം ആളുകൾക്ക് ഇവിടെ നൽകി വരുന്നുണ്ട്. വർഷത്തിലതേപോലെ റമദാൻ, പരിശുദ്ധ റമദാൻ വരുമ്പോൾ സ്റ്റുഡൻസുകൾക്കും 2000 വരുന്ന ആളുകൾക്ക് ഇവിടെ ഇഫ്താർ ഭക്ഷണങ്ങൾ പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. ബിരിയാണി, നെയ്ച്ചോറ്, വെള്ളപ്പം, നൂൽപ്പെട്ട്, കറികൾ എന്നിവ മാറ്റവിധമായ വിഭവങ്ങളാണ് ഇവിടെ നൽകി വരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ വളണ്ടിയർ സേവനം 50 റമദാൻ വളണ്ടിയർമാർ അവരുടെ നിത്യത്തൊഴിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ഷീണിതനായി വന്നുകൊണ്ടും അവരുടെ ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വളണ്ടിയർ സേവനം കൂടെ പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഏത് പ്രതിസന്ധിയിലും വരുന്ന രോഗികൾക്ക് കഴിയുന്ന പരമാവധിയുള്ള എല്ലാ സേവനങ്ങളും, എല്ലാവിധ സാധനങ്ങളും ഇവിടെ നൽകി വരുന്നു. മയ്യത്ത് പരിപാലനം, ബ്ലഡ് ഡൊണേഷന്, ജാതിഭേദമന്യുള്ള മയ്യത്തുകൾ ഇവിടെ പരിപാലിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ജാതിഭേദങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ, ജാതിഭേദമന്യുള്ള എല്ലാവിധ സഹായങ്ങളും ഇവിടെ സഹായം നൽകിയമാർ ചെയ്തു കൊടുക്കുന്നു. 20 വർഷത്തിന്റെ അടുത്തായി ഇവിടെ സഹായിന്റെ അന്നദാനം ഇവിടെ നടന്നു വരുന്നു. മെഡിക്കൽ കോളേജിലെ അർഹതപ്പെട്ടവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളനുസരിച്ചുകൊണ്ട്, അവരുടെ പ്രയാസങ്ങളനുസരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സഹായിന്റെ ഭക്ഷണം അവിടെ ഇരിക്കുന്ന ഡയാലിസിസ് മറ്റുള്ള രോഗങ്ങൾക്ക് വിധേയമായിരിക്കുന്ന രോഗികൾ, കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് വന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ ഇപ്പോൾ കേരളത്തിൽ
50-ലധികം വരുന്ന രോഗികൾക്ക് ഇവിടെ ഭക്ഷണം ഞങ്ങളിവിടെ സഹായിന്റെ കീഴിൽ നൽകി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടെ സഹായിയുടെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധ റമദാൻ പ്രമാണിച്ചുകൊണ്ട് ഇവിടെ ഇഫ്താറുകൾ, അത്താഴം, ഇവർക്ക് വേണ്ട വിഭവങ്ങൾ, പള്ളിയിൽ ഇവിടെ വരുന്ന യാത്രക്കാർക്കും രോഗികളെ തിരിപ്പുകാർക്കുമുള്ള ആണുങ്ങൾക്കുള്ള ഭക്ഷണം പള്ളിയിലിവിടെ ഇഫ്താർ ഡെയിലി 500 പരം ആളുകൾക്ക് ഇവിടെ നൽകി വരുന്നുണ്ട്. 300-ൽ പരം വരുന്ന സ്റ്റുഡൻസുകൾ, മെഡിക്കൽ കോളേജിലെ ഞങ്ങളായ സ്റ്റുഡൻസുകൾക്ക് ഇവിടെ ഇഫ്താർ നൽകുന്നുണ്ട്. 300-ൽ പരം കുട്ടികളാണ് ഇവിടെ ഇഫ്താറിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇഫ്താറിന്റെ പ്രത്യേകതകൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ വണ്ടീസിന്റെ സേവനം. വണ്ടീസ് സേവനം എന്ന് പറയുമ്പോൾ അവർ രാവിലെ അവരുടെ തൊഴിലിന് പോയി, തൊഴിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മറ്റുള്ള സേവനങ്ങൾ ചെയ്യുന്നത്. യാതൊരുവിധ ഒരു സാമ്പത്തികമായിട്ട് മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെയാണ് ഇവിടെ വണ്ടീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രതിഫലം പോലും ആഗ്രഹിക്കുന്നില്ല വണ്ടീസ്. ഇവിടെ വന്ന് അവരുടെ സേവനങ്ങൾ ചെയ്ത് അവരുടെ നിത്യ ഉപയോഗ ജോലികൾ കഴിഞ്ഞതിന് ശേഷം, കഠിനാധ്വാനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വീണ്ടും അവരോട് വന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ഇവിടെ പാവപ്പെട്ട രോഗികൾക്കും കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതും നമ്മുടെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും. കാഷ്വാലിറ്റിയിലേക്ക് ഇവിടെ ഭക്ഷണങ്ങൾ നോമ്പ് തുറക്കാനുള്ള 400-ൽ പരം കിറ്റുകൾ ഇവിടെ വന്നവർ കിറ്റുകൾ പാക്ക് ചെയ്ത് അവിടെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് വളരെ കഠിന അധ്വാനമാണ്, എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അവർക്ക് കാഷ്വാലിറ്റിയിലേക്ക് അത്യാവശ്യമെത്തുന്ന പെട്ടെന്ന് അപകടങ്ങൾ വന്നുകൊണ്ട് എത്തിപ്പെടുന്ന രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്കും വരെ നോമ്പ് നിശ്ചയിച്ചവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയുള്ള നോമ്പ് തുറക്കാനുള്ള ഇഫ്താറിന്റെ നോമ്പ് തുറക്കാനുള്ള വെള്ളങ്ങളും ഫ്രൂട്ട്സുകൾ, പലഹാരങ്ങൾ, കാരക്കകളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. അതിൽ 500ഓളം പാക്കുകൾ ചെയ്തിട്ടാണ് അവരിവിടെ വന്നിട്ട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെ അത്യാഹിത വിവാഹത്തിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഒരു കഠിനാധ്വാനം തന്നെയാണ്. വൾഡിയർ സേവനം എന്ന് പറഞ്ഞാൽ അവര് യാതൊരുവിധ പ്രതിഫലങ്ങളും ഉദ്ദേശിക്കാതെയാണ് അത്തരത്തെ സേവനങ്ങൾ ഇവിടെ വൾഡിയർ ചെയ്യുന്നത്. ഇവിടെ സഹായി വാദിസ്ലാമിന്റെ വൾഡിയർ സേവനം എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2.5 പതിറ്റാണ്ടിൽ വർഷത്തിലധികമായി വരുന്ന രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും വഴിയാത്രക്കാർക്ക് ഡോക്ടർമാരും സ്റ്റുഡൻസ് അടക്കമുള്ള 1500ഓളം പേർക്ക് ഇഫ്താർ ചടങ്ങിന് നടത്തുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ അത്യാവശ്യമായിട്ട് ഈ നോമ്പ് കാലത്ത് ഹോസ്പിറ്റലിലകപ്പെട്ട ഇവിടെ എത്തിച്ചേരുന്ന രോഗികളെയും പരിചാരകന്മാരെയും ശുശ്രൂഷിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം, അത്താഴം, ഇഫ്താർ എന്നിവ നൽകുകയാണ് സഹായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹായി ഇതിന് പുറമെ ദിനേന ഏകദേശം 600ഓളം പേർക്ക് നിത്യഭക്ഷണം നൽകുന്നുണ്ട്. അതോടൊപ്പം രക്ത ആവശ്യമുള്ളവർക്ക് ബ്ലഡ് ഡൊണേഷൻ നൽകുന്നുണ്ട്. ഡയാലിസിസ് പേഷ്യന്റിന് ആവശ്യമായ ഡയാലിസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മയ്യത്ത് പരിപാലനം ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ വളണ്ടിയർ സേവനം 24 മണിക്കൂറും ആംബുലൻസ് അടക്കം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സഹായി വാദിസലാം ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ വളണ്ടിയർമാരും അതോടൊപ്പം തന്നെ സഹകാരികളായ സാമ്പത്തികമായിട്ടും മറ്റും സഹായിക്കുന്ന സഹകാരികളും ഞങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് എല്ലാ ജനങ്ങളോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ജനസേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം PT റഹീം സാഹിബ്. Gracias.